അമിഗോസ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഫാർമർ വുമൺ ആവുകയാണ്. ബേസിക്കലി ഒരു കൃഷിക്കാരി ആകുവാണ്. കാരണം നിങ്ങൾ ഈ കാണുന്ന പിന്നാമ്പുറം കാഴ്ചകൾ കണ്ടോ, ഇവിടെ നമ്മൾ ഓരോ തരത്തിൽ പ്ലേസ് ചെയ്ത് ഈ പറയുന്ന ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ പൊട്ടറ്റോ കുട്ടനെ നടും. പിന്നെ ദിസ് ഇസ് ഓക്ര അഥവാ വെണ്ടയ്ക്ക ആൻഡ് കുറച്ച് ചീര, അതിനെന്താ ഇംഗ്ലീഷിൽ പറഞ്ഞ എനിക്ക് അറിയത്തില്ല, എന്നോട് ക്ഷമിക്കണം. പിന്നെ ഇത് കുമ്പളങ്ങ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടോ ഇതെല്ലാം നമ്മൾ നടുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു പ്ലാന്റിങ് വ്ലോഗ് ആയിരിക്കും നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പൊ അമിഗോസ്, നമ്മൾ UK ഇപ്പോൾ ഉള്ളത്. വ്ലോഗ് കാണുന്നവർക്ക് അറിയായിരിക്കും. അപ്പം UK മുഴുവനായിട്ട് സമ്മർ, വിന്റർ, ഓട്ടം സീസണുകളുണ്ട്. അല്ല, ഓട്ടം അല്ലെങ്കിൽ ഫോൾ സീസൺ. ഈ 3 സീസണുകൾക്കും അനുസരിച്ചിട്ടുള്ള പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആണ് നമ്മൾ നടുന്നത്. കാരണം പൊതുവെ സമ്മർ ആകുമ്പോൾ മാത്രം കിളിച്ചു വരുന്ന ചില പൂക്കളും ചില ചെടികളും ഉണ്ട്. അത് അതേസമയം വിന്ററിൽ പൂക്കുന്നതും കായ്ക്കുന്നതുമായിട്ടുള്ള ചെടികൾ ഈ സമ്മർ ആകുന്ന സീസണിൽ വാടി കരിഞ്ഞു നിൽക്കും. ഫോർ എക്സാമ്പിൾ അങ്ങോട്ട് നോക്കൂ, അവിടെ കണ്ടില്ലേ കൊടിമരം പോലെ കരിഞ്ഞിരിക്കുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ സാധനം ചെത്തി വിട്ട് കളയും. ബട്ട് UK നമ്മളത് ചെയ്യാൻ പാടില്ല. കാരണം അവിടെ പൂക്കാത്ത സാധനങ്ങൾ വിന്റർ ആകുമ്പോൾ പൂത്ത് നിൽക്കും. പക്ഷെ ഇപ്പൊ ഈ സൈഡിൽ കാണുന്ന പൂത്ത് നിൽക്കുന്നതൊക്കെ സമ്മർ ആകുമ്പോൾ പൂക്കുന്നു. അപ്പൊ അത് വിന്റർ ആകുമ്പോൾ പൂത്തൊന്നും വരികയില്ല. ചില പൂക്കള്, ഫോർ എക്സാമ്പിൾ ബാക്കിൽ കാണുന്ന മരം ഇപ്പം ഒരു പൂവില്ലാതെ നിൽക്കുമായിരിക്കും. പക്ഷെ അത് സ്പ്രിംഗ് സീസണിൽ മുഴുവൻ ഇല കാണാതെ പൂത്ത് ചെറി ബ്ലോസം ട്രീ ആണ് ബാക്കി ഇരിക്കുന്നത്. അപ്പൊ അമിഗോസ്, നമ്മുടെ ഈ കാണുന്ന ഓരോ ടയർ കുട്ടന്മാരൊക്കെ ഉണ്ടോ, ഇതെല്ലാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് സ്വന്തമായി സ്പ്രേ പെയിന്റ് ഒക്കെ അടിച്ച് അതിന്റെ ബോട്ടം ലെയർ ഒരു പലക കൊണ്ട്, ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ വുഡ് കണ്ടോ, ഈ വുഡ് നമ്മൾ ടയർ തിരിച്ചടിച്ച് അതിന്റെ അകത്ത് ഒരു കൊട്ട പോലെയൊക്കെ സെറ്റ് ചെയ്ത് മണ്ണ് ഇട്ട്, അതായത് ബേർഡ്സിന്റെയും കുറച്ച് മാന്യൂറിന്റെ ഇത്, പിന്നെ അമോണിയം, മഗ്നീഷ്യം അതുപോലത്തെ പൊടിയും പിന്നെ കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്ത് ഒരു സെപ്പറേറ്റ് ഇതുണ്ട്, അതും ഇട്ട്, പിന്നെ സൈഡിൽ സാധാ സോയില്, പൊട്ടാഷ്യം എല്ലാം ഉള്ള സിങ്കൊക്കെ ഉള്ള, രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് ഓരോന്ന് നട്ട് വെച്ചേക്കുന്നതാണ്. ഇതിനകത്ത് കമ്പോസ്റ്റിന് വേണ്ടിയിട്ട് പോലെ മുട്ടത്തോടും കുറച്ച് ഫുഡ് വേസ്റ്റിന്റെ കാര്യങ്ങൾ, അതായത് നമ്മൾ പൊളിക്കുന്ന സവാളയുടെ വെജിറ്റബിൾസിന്റെ ഒക്കെ പീൽസ് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണ്ടൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കിതിനകത്ത് എന്താ നട്ടേക്കുന്നതെന്ന് വലിയ ക്ലാരിറ്റി ഇല്ല. അപ്പൊ ഇതിനകത്ത് നമ്മൾ പൊട്ടറ്റോ എന്തായാലും നടാമെന്ന് വിചാരിച്ചേക്കുവാണ്. സോറി ഗൈസ്, ഞാൻ ചെറിയ തെറ്റ് പറ്റി. ഈ പൊട്ടറ്റോ നമ്മൾ ഈ ടയറിനകത്തല്ല നടാൻ പോകുന്നത്. നമ്മൾ അപ്പുറത്തൊരു സ്പേസ് ഉണ്ട്, അവിടെ പ്രത്യേകിച്ചൊന്നും നട്ടിട്ടില്ല. അപ്പൊ അവിടെ ആയിരിക്കും നമ്മൾ നട്ടിട്ടുണ്ടാവുക. നമ്മുടെ കഴിഞ്ഞ വ്ളോഗ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കയറി കാണണം. അത് പുല്ല് ചെത്തിയ വീഡിയോ ആയിരുന്നു. അത് ഇന്നലെ ഷൂട്ട് ചെയ്തിട്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് വൃത്തിയിൽ ഇരിപ്പുണ്ട്. നാട്ടിൽ നിന്ന് പോയി വന്നപ്പോൾ അമ്മ കൊണ്ടുവന്ന വെത്തിക്കള. ഇത് ഓക്ര അല്ലെങ്കിൽ വെണ്ടയ്ക്കയാണ്. പിന്നെ ഇത് ചീര, ചുവന്ന ചീരയുടെ കുറച്ച് അധികം ഉണ്ട്. ഇവിടെ ഈ സാധനം മേടിക്കാൻ ചിലപ്പോഴേ കിട്ടാറുള്ളൂ. പിന്നെ ഇത് കുമ്പളങ്ങയാണോ എന്താണ്, ഇത് കുക്കുംബറാട്ടോ. ഈ വെള്ളരിക്ക, അത് തന്നെ അമ്മ പറഞ്ഞു. അപ്പൊ ഇതാണ് നമ്മൾ നടുന്നത്. ഇത് ഈ ഓരോ കാണുന്ന ടയറിനകത്ത് നമ്മൾ നട്ടുവെക്കും. അപ്പൊ നമുക്ക് അതിലേക്ക് പോകാം. ഇത് നമ്മുടെ കുഞ്ഞി ക്യൂട്ട് ഷോവലാണ്. ഇവൻ നമുക്ക് ഭയങ്കര ഉപകാരപ്പെടും കേട്ടോ ഗാർഡനിങ്ങിന്. ഇതുകൊണ്ടാണ് കുറെ സാധനങ്ങൾ നട്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് ചുമ്മാ ഒന്ന് ആദ്യം മണ്ണൊന്ന് ഇച്ചിരി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിന്റെ ടോപ്പ് ലെയർ നമ്മള് ഈ കമ്പോസ്റ്റും സീഡ്, വെർമി കമ്പോസ്റ്റ് ഏതാണ്ടൊക്കെ കുറെ ഒരു മിക്സ് വാങ്ങിക്കാൻ കിട്ടും, അതാണ് ഇട്ടേക്കുന്നത്. അതാണ് ഈ കാണുന്ന മണ്ണ്. ഈ മണ്ണാണ് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാഗ് നമുക്ക് കടയിൽ UK ഉള്ളവർക്ക് അറിയാം വാങ്ങിക്കാൻ കിട്ടും. അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇടണം. ഞാനൊന്ന് ഇച്ചിരി ഇളക്കി കൊടുക്കുന്നുണ്ട്. സോയിൽ ഇച്ചിരി ലൂസറപ്പ് ആക്കണം നമ്മൾ സീഡ് പ്ലാന്റ് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട്. അപ്പൊ ഞാനൊന്ന് ഇളക്കി ഇത് കൊടുത്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചെറിയൊരു കുഴി, ഒത്തിരി ഡീപ്പ് വേണ്ട, കാരണം ചീരയല്ലേ ഇടുന്നേ, അതുകൊണ്ട് ഒരു ഇച്ചിരി മതി കേട്ടോ. ഇങ്ങനെ ഒരു ഇച്ചിരി കുഴി അവിടെ ഇവിടെ ഇട്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഗായ്സ്, ഇതാണ് ഞാൻ പറഞ്ഞിരുന്ന മണ്ണ്. ഇത് റൂട്ടഡ് ഇൻ ഗുഡ്നസ് എന്നൊക്കെ പറഞ്ഞ നല്ല അടിപൊളി നല്ല ഇളം മണ്ണാട്ടോ. ഇവൻ ഇതുണ്ട്, ഈ കറുകറുത്ത് ബ്ലാക്ക് സോയിൽ ആണിത്.
ഇതിനകത്ത് സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, സിങ്ക് എന്നീ കാണുന്ന എല്ലാ A to Z വൈറ്റമിൻസും ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഒരു ചിരട്ട കിടപ്പുണ്ട്. അപ്പൊ ഞാൻ അതിനകത്ത് കുറച്ച് മണ്ണ് ഇപ്പൊ ഇച്ചിരി ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് ചീര നടാൻ വേണ്ടിയേ. ഷോവലിനകത്ത് എടുത്താലും മതി. ഒരു അലങ്കാരത്തിന് ചിരട്ടയും കൊണ്ടൊന്ന് എടുത്തിട്ടേ ഉള്ളു കേട്ടോ. ഇതുകൊണ്ട് അപ്പൊ നേരത്തെ എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. ഈ ഒരുമാതിരി വെണ്ടയ്ക്കൊക്കെ കുഴിക്കാനിടുന്ന കുഴി പോലെ ചീരക്ക് ഇട്ടത്. അത് എന്നോട് ക്ഷമിക്കണം. ഈ ചുമ്മാ ഒന്ന് മാറ്റി വെതറിയാ മതിയായിരുന്നു കേട്ടോ. അപ്പൊ അത് നിങ്ങൾ കണക്കാക്കണ്ട. ഞാനും പഠിച്ചു വരുന്ന ഒരു കൊച്ചാ കേട്ടോ. അതുകൊണ്ട് തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ തിരുത്തി തരാം. അപ്പൊ ഈ മണ്ണിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക ഞാൻ. ഇതും രണ്ടോളം മിക്സ് ആക്കണേ, കാരണം ഇത് രണ്ട് സാധനമാണ്. അപ്പം മിക്സ് ചെയ്ത് കൊടുക്കണം. അമിഗോസ്, അപ്പൊ ഇത് സീഡ് ആൻഡ് കട്ടിംഗ് കമ്പോസ്റ്റ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ ഞാൻ ബേർഡ് മാനൂർ എന്നെന്തോ പറഞ്ഞത്. എല്ലാ സാധനങ്ങളും കൂടെ ഒന്നിച്ച് വരുന്ന ഒരു കമ്പോസ്റ്റ് ചെയ്ത് അതിന്റെ മണ്ണാ ഇത് കേട്ടോ. അപ്പൊ ഇതിന്റെ അകം വേണമെന്ന് കാണിച്ചു. ഇതുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഇത്. ഈ മണ്ണ് കാണാനായിട്ട് കണ്ടോ, ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമ്മൾ അതും കൂടെ അമ്മ ഇടയ്ക്ക് വന്നിട്ടു. അത് നമുക്ക് വീഡിയോ കാണിക്കാൻ പറ്റിയില്ല. അമ്മ ഇതെല്ലാം ഇട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇതിനകത്തോട് ഇനി നമുക്ക് അധികം ലാഗാക്കാതെ നമുക്ക് ചീരയുടെ വിത്ത് വെതറി കൊടുക്കാവേ. ഇത്രയും സൈഡ് അമ്മ കുഞ്ഞായിട്ട് ഇങ്ങനെ കുഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടെ എവിടെയായിട്ടൊക്കെ ഇങ്ങനെ കുഞ്ഞി വിരലും കൊണ്ട് ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കി കൊടുക്കാം. സ്റ്റെപ്പിൽ വേണം നമ്മളിങ്ങനെ വിരലും കൊണ്ട് കുഞ്ഞിക്കുഴി ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. മണ്ണ് നല്ല സോഫ്റ്റ്. അപ്പൊ ഇത് ചെറിയ കടുകുമണിയെക്കാട്ടി കുഞ്ഞായിട്ടുള്ള, കണ്ണിന് പിടിക്കാത്ത തരത്തിൽ കുഞ്ഞായിട്ട് കസ്കസൊക്കെ പോലെ ഇരിക്കുന്ന വിത്ത് കേട്ടോ ഈ ചീരയുടെ. അപ്പൊ നമുക്ക് ഇത് ഈ കുഞ്ഞി തുളക്കകത്തിട്ട് കൊടുക്കാം. ഒരു പിടിക്കകത്ത് ഏകദേശം 5 എണ്ണമൊക്കെ വരുന്ന രീതിയിൽ അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം ഇത് കുഞ്ഞ്, നിങ്ങളിങ്ങനെ ഉപ്പ് ഇട്ട് കൊടുക്കില്ലേ കറിക്ക്, നമ്മൾ ഒരു പിടി ഇങ്ങനെ അതുപോലെ വേണം ഇടാൻ. അതെല്ലാം കുറച്ച് ഇട്ടിട്ടുണ്ട്. എന്റെ അവതരണത്തിലോ അല്ലെങ്കിൽ ഇതിൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണം. ഞാനും ഡെയിലി ഓരോ കാര്യങ്ങൾ അറിയാത്തത് പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ലൈഫിൽ ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ ചീരവിത്ത് പാകുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത് നന്നായിട്ട് വളർന്നു വരണേ. കൊടുക്കാം, പ്രാർത്ഥിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും ഈ ചെടിക്കുണ്ടാവണം. നമുക്ക് ഇതിനകത്തെ മണ്ണും ഉറഞ്ഞിരിക്കുക. അപ്പൊ നമുക്കൊന്ന് ലൂസണപ്പ് ആക്കി കൊടുക്കാവേ. കുഞ്ഞിപ്പിള്ളേരെല്ലാം ഉണ്ടെങ്കിലേ അവരെ കൂടെ കൂട്ടി വിളിച്ചോണേ, ഈ ഇളക്കാനും കുഴയ്ക്കാനും ഒക്കെ. എല്ലാരും മണ്ണിലൊക്കെ കളിച്ച് വരട്ടെ, അവർക്കൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ടയറി കാണിച്ച പോലെ തന്നെ സെയിം മെത്തേഡാട്ടോ. ഇതിനകത്ത് കമ്പോസ്റ്റ് ഉണ്ട്, കട്ടിംഗ് കമ്പോസ്റ്റ്. നമുക്ക് അത് കുറച്ചിട്ട് കൊടുക്കാം. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്തവണ ഷോ കാണിക്കാൻ ചിരട്ടയൊന്നും എടുത്തില്ല, നമ്മുടെ ഷോവലും കൊണ്ട് തന്നെ എടുത്തു കേട്ടോ. ഇതിനകത്ത് കുറച്ച് കടപ്പുണ്ട്, അപ്പൊ ഇച്ചിരി ഇട്ടുള്ളൂ. കമ്പോസ്റ്റ് കൂടിപ്പോയാലും അഴുക്കാട്ടോ, ഒരു പാകത്തിനെ ആവാവുള്ളൂ. ഇങ്ങനത്തെ ജിലേബി ഉണ്ടെങ്കിൽ കോഴിക്കട്ട കൊണ്ടൊക്കെ പോലത്തെ ബോൾസ് കാണും ഇതിന്റെ ഇടയിൽ. നമ്മളതിങ്ങനെ വെതറി കൊടുക്കണേ. എന്തോ നോറിന്റെ ഒക്കെ ചിക്കൻ ക്യൂബ് പോലെ ഇരിക്കുന്നു കണ്ടിട്ട്. കണ്ടോ, ഇങ്ങനെ ഒന്ന് വെതറി കൊടുക്കുക. ഇതെല്ലാം പൊടിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് നേരെ ലൈനായിട്ട് ഒന്നിങ്ങനെ ഒന്ന് കുറിച്ച് കൊടുക്കണം. ഇച്ചിരി ഒരു സ്പേസ് ഇട്ട് കൊടുക്കണേ. ഈ ഒരു ഗ്യാപ്പ് വേണം, ഒരു 1 ഫിംഗർ ഗ്യാപ്പ് വേണം. കഴിഞ്ഞ ടയറിൽ ഞാൻ ഇട്ടു, അപ്പൊ ഈ ടയർ അമ്മ ഇടുക.
അമ്മയാകുമ്പോൾ അമ്മയ്ക്കത് നല്ല പ്രൊഫഷണലി ചെയ്യാനറിയും. സത്യം പറഞ്ഞാൽ ഫാമിലി ആയിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരു നല്ല വഴിയാണ് ഇങ്ങനെ ചെടി ഫാമിലി ആയിട്ട് വന്ന് നടന്നതൊക്കെ. അപ്പോൾ ഇതെല്ലാം അമ്മ വിത്തിട്ട് മൂടിയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ മൂന്നാമത്തെ ചുമന്ന ടയറിന്റെ അകത്ത് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന വെണ്ടയ്ക്കാട്ടോ. ഇതിൻ്റെ അകത്ത് ഈ ഉള്ളിയുടെ തൊലി, മുട്ടത്തോട് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇടയ്ക്ക് എന്തോ പ്ലാസ്റ്റിക് ഉണ്ട്, ഞാൻ അതൊക്കെ മാറ്റി കളഞ്ഞിട്ടുണ്ട്. പിള്ളേരുടെ ഓരോ കുസൃതിയാണ്. ഇത് മാറ്റി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അയ്യോ, നമ്മുടെ ബ്ലാക്ക് സോയിൽ നമ്മൾ എടുക്കുന്നുണ്ട്. അത് നമുക്ക് ഇന്നെ മണ്ടയിൽ ഇട്ട് കൊടുക്കാം. ഈ ടയറിൽ കമ്പാരിറ്റീവ്ലി മറ്റേ ടയർ കാണുന്നതിനെക്കാട്ടി മണ്ണ് ഭയങ്കര കുറവ്. അപ്പൊ നമുക്ക് നല്ലോണം മണ്ണ് ഇതിനകത്തോട്ട് ഇടണേ. നമ്മളിപ്പോ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ചട്ട മാറ്റിയിട്ട് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ വലിയ ഉണ്ടയായിട്ട് കിടക്കുന്നതല്ല, ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കണേ. കാരണം നമ്മുടെ മണ്ണ് ഉറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ വേര് കിളിക്കാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പൊ വേര് വന്നിട്ടില്ലേ മേൽഭാഗം വരത്തോളൂ ഒരു ചെടിക്ക്. അപ്പൊ നമ്മൾ നന്നായിട്ട് ഈ മണ്ണൊന്ന് ഇളക്കി ലൂസണപ്പ് ആയി കൊടുക്കണേ. ഈ ഷോവല് എനിക്ക് പിന്നെ മണ്ണിനകത്ത് കളിച്ച് ശീലമുള്ളതുകൊണ്ട് ഞാൻ കൈയും കൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് സീഡ് ആൻഡ് കട്ടിങ് കമ്പോസ്റ്റ് ആണ്. നമ്മളിത് ഇതിന്റെ മണ്ടയിലോട്ട് വിതറി കൊടുക്കുക. ഇത്രയും മതി കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വെതറി രണ്ട് മണ്ണും ഒരേപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. എനിക്കിത് കണ്ടിട്ടേ ചോക്ലേറ്റ് ലാവ കേക്കിന്റെ കളർ ഓർമ്മ വരുന്നു. കറക്റ്റ് അതുപോലെ ഉണ്ടല്ലേ, രണ്ട് കളറും കൂടെ വരുമ്പോൾ. ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഡീപ്പായിട്ട് മിക്സ് ചെയ്യണ്ട, ഒന്ന് ഒരു ഫസ്റ്റ് ലെയർ മിക്സ് ചെയ്ത് കടന്നാൽ മാത്രം മതി. അതൊന്ന് വെതറി നിരപ്പാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് വെണ്ടയ്ക്ക അല്ലെങ്കിൽ ഓക്ര പാകാം. അപ്പൊ ഏശില്ല, ഞാനൊരു 10-12 കുഴിയെ കുഴിക്കുന്നുള്ളൂ. ഇതിന്റെ അകത്താണ് വെണ്ടയ്ക്ക അല്ലെങ്കിൽ ഓക്ര വിത്ത് പാകുന്നത്. രണ്ട് വിത്തുകളുണ്ട് ഉണ്ടോ. അപ്പൊ നമുക്ക് അതൊന്ന് ഇട്ട് കൊടുക്കാം. ഒരെണ്ണം ഇട്ടു, അടയ്ക്ക. അപ്പൊ നമ്മൾ ഇതിനകത്ത് വിത്തെല്ലാം ഇട്ട് വാങ്ങിയിട്ടുണ്ട്. മണ്ണ് മൂടുകയും ചെയ്തു. ഇതിനകത്ത് നമുക്ക് പ്രാർത്ഥിച്ച വെള്ളം ഇടാം. ഒന്നിച്ചായിരിക്കും. അപ്പൊ നമ്മൾ അത് മാറ്റി വേറെ ഒരു ഗ്രോ ബാഗിനകത്തോ വല്ലതും ആക്കി ഒന്ന് കുഴിച്ചു വെക്കണം. അപ്പം ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് ഡേറ്റ് കഴിഞ്ഞു പോയ ഉരുളക്കിഴങ്ങുകളാണ്. അപ്പൊ അവൻ കിളിച്ചു വന്നു. അപ്പം നമുക്ക് കഴിക്കാൻ പറ്റിയല്ലോ. ഇപ്പൊ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് കുഴിച്ചിട്ട് കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്കിവിടെ ബാക്ക് യാർഡിൽ ഇത്രയും സ്പേസ് ഒരു കാര്യമില്ലാതെ ഫ്രീ ആയി കിടക്കുക. ഈ ഒരു സ്ഥലം നമുക്ക് ഇതിനായിട്ട് വിനിയോഗിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ ടെസ്കോയിൽ നിന്ന് വാങ്ങിച്ച ഉരുളക്കിഴങ്ങാണ്. പാക്കിംഗ് ഉണ്ടല്ലേ. ഇത് അമ്മ കുഴിച്ച് തന്നിട്ടുണ്ട് നമുക്ക് ഈ 2 കുഴി. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് കണ്ടില്ലേ ഇങ്ങനെ ഒരു ബേബി പൊട്ടാറ്റോ എടുത്തിട്ട് ഇങ്ങനെ വെക്കും. അതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ മണ്ടയിൽ നമ്മൾ മണ്ണിട്ട് മൂടാൻ പോവുകയാണ്. അത് മേലോട്ടാക്കണേ. എന്നിട്ട് ബാക്കി ഭാഗം നമുക്ക് കലാപരമായി മൂടി കൊടുക്കാം. ഞാൻ പുല്ലൊക്കെ കിടക്കുന്നുണ്ട്. മിക്കവാറും ഉരുളക്കിഴങ്ങ് കാണാത്ത രീതി പുല്ല് വിളിച്ചു വരുമോ എന്നൊരു സംശയം. കൈ ഇരിക്കുന്ന അത്രയും ഭാഗം മണ്ണ് വരണം, ബാക്കി കാണുന്ന അത്രയും ഭാഗം മേളി വരണം. ആ രീതിയിൽ നമുക്കിത് കുഴിച്ചു വെക്കാം. ഇങ്ങനെ. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഒരു കുഞ്ഞു ഗാർഡനിങ് വ്ലോഗ് ആയിരുന്നു. നമ്മള് സത്യം പറഞ്ഞ ഒരു പ്ലാൻ വ്ലോഗ് ആയിരുന്നു. അപ്പോൾ ഈ കിളിക്കൂടും ഈ ഒരു ചെറി ബ്ലോസം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. അവിടെ കിളികളൊക്കെ ആയിട്ട് വന്നിരുന്ന് ഈ ഗാർഡനിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും ഓക്ര
ബാക്കിയുള്ള എല്ലാ പച്ചക്കറികളും ഒന്ന് വളർന്നു വന്നു കഴിഞ്ഞ് നമുക്കതിൻ്റെ ഒരു ആദ്യ ഫലം എനിക്ക് ഗിവ് അവേ ആയിട്ട് തരണം എന്നുണ്ട്. ഒപ്പം നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാ പച്ചക്കറികളുടെ വിത്തുകളും കാര്യവും എല്ലാം ഗിവ് അവേ കൊടുക്കണം എന്നുണ്ട്. ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ആയപ്പം ഇപ്പം നമ്മുടെ ചാനലിൽ ഏകദേശം 56 സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും കൂടെ അടിച്ചു പൊട്ടിക്കുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.